വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു 80-85 സ്റ്റോറുകൾ മാത്രമേ, ഔട്ട്ലെറ്റുകൾ മാത്രമേ ഓപ്പൺ ചെയ്യാൻ UPA ഗവൺമെൻറ്റിന് പറ്റിയുള്ളൂ. അതിനുശേഷം 2014 ഈ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ എത്തുകയും 2014 തൊട്ട് 2023 വരെ ഈ ഒരു ജനൌഷധി കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇന്നിപ്പോൾ 2023 ഏതാണ്ട് 13,000 ഔട്ട്ലെറ്റുകൾ രാജ്യത്തുടനീളം ഉണ്ടെന്ന് വേണം കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016 എല്ലാ പ്രധാന പദ്ധതികളുടെയും പേര് മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ജനൌഷധി കേന്ദ്രങ്ങളുടെയും പേര് മാറിയിട്ട് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലുള്ള പൊളിറ്റിക്കൽ ഘടകങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നിരുന്നാലും ഒരു വർഷം ഇപ്പോൾ 2023 ഏതാണ്ട് 2,000 കോടിയിലധികം സെയിലാണ് ജനൌഷധി കേന്ദ്രങ്ങൾ വഴി നടന്നത്. ഈ ഒരൊറ്റ കാര്യത്തിൽ കൂടെ തന്നെ ഏതാണ്ട് 7,500 കോടി രൂപ ഇന്ത്യൻ ജനങ്ങൾക്ക് ലാഭിക്കാൻ പറ്റിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, ഈ മരുന്നിൻ്റെ വിലയിലുള്ള കുറവ് കാരണം. അപ്പോൾ ഈ ജനൌഷധി മെഡിസിൻസിനെ പറ്റിയുള്ള ക്വാളിറ്റി ഇഷ്യൂസ് പലപ്പോഴും നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ക്വാളിറ്റി കൺട്രോൾ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട്